തൃശൂർ പൂരത്തിന്റെ ഭാഗമായുള്ള പൂരം പ്രദർശനം നടക്കുന്ന സ്ഥലത്തിന്റെ വാടക ഉയർത്തിയതിനെതിരെ പ്രത്യക്ഷ സമരവുമായി കോൺഗ്രസ്. പൂരം നടത്തിപ്പിലെ പ്രതിസന്ധിക്ക് അടിയന്തര പരിഹാരം കാണണം എന്നാണ് ആവശ്യം. ടി.എൻ. പ്രതാപൻ എം.പിയുടെ നേതൃത്വത്തിൽ രാപകൽ സമരം പുരോഗമിക്കുകയാണ്. സ്ഥലവാടക ഉയർത്തിയത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. 2016 വരെ 8 ലക്ഷം രൂപ 6 ലക്ഷം രൂപയായിരുന്നു ഇതിന്റെ വാടക, തറ വാടക. ഇപ്പോൾ അത് 39 ലക്ഷമായി. അത് വീണ്ടും വർദ്ധിപ്പിച്ച് 2,20,00,000 രൂപയാക്കി മാറ്റാനുള്ള നടപടി പൂര കമ്മിറ്റിയോട് മാത്രമല്ല, ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. ഇത് ജനങ്ങളോടുള്ള ഒരു വലിയ വെല്ലുവിളിയാണ്. പൂരം നടത്തിക്കാതിരിക്കാനുള്ള ബോധപൂർവമായ നീക്കമാണോ എന്ന് നമുക്ക് സംശയിക്കേണ്ടി വരും. സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. സൂരജ്, ഈ പൂരം പ്രദർശനം നടക്കുന്ന സ്ഥലത്തിന്റെ വാടക കൂട്ടാനുള്ള തീരുമാനത്തിനെതിരെ ഇപ്പോൾ നേതാക്കൾ തന്നെ രംഗത്തിറങ്ങി പ്രതിഷേധിക്കുകയാണല്ലോ. എന്താണ് ഈ പ്രതിഷേധ സമരത്തിന്റെ സ്വഭാവം? എന്താണ് നേതാക്കൾ പറയുന്നത്? വിവരങ്ങൾ എന്തൊക്കെ? ഗോപികൃഷ്ണൻ, ഈ പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ എക്സിബിഷന്റെ വാടക സംബന്ധിച്ചുള്ള തർക്കം അത് 6 മാസത്തിലധികം നീളുന്നതാണ്. കാരണം നേരത്തെയും, അതായത് കഴിഞ്ഞ വർഷം തന്നെ ഇത് കുത്തനെ ഉയർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. 40 ലക്ഷത്തിലധികം രൂപയാണ് ദേവസ്വങ്ങളോട്, അതായത് പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങളോട് ഈ സ്ഥലത്തിന്റെ വാടകയായി ആവശ്യപ്പെട്ടിരുന്നു. അന്ന് തന്നെ വലിയ പ്രതിഷേധം ഉയർത്തിയിരുന്നു. അന്ന് ദേവസ്വം മന്ത്രി കൂടിയായ ജില്ലയിലെ മന്ത്രിയായിട്ടുള്ള കെ രാധാകൃഷ്ണൻ ഈ വിഷയത്തിൽ ഇടപെടാമെന്ന് പറഞ്ഞിരുന്നെങ്കിലും പക്ഷേ ഇടപെട്ടില്ല. ഇതിനു പിന്നാലെ ഇത്തവണ പൂരം എക്സിബിഷൻ ആരംഭിക്കാനിരിക്കുകയാണ്. അത് 2 കോടിയോളം രൂപയായി ഇത് ഉയർത്തിയത്. അത് GST അടക്കം വരുമ്പോൾ 2 കോടിയിലധികം രൂപ ഈ 2 ദേവസ്വങ്ങളും ഈ എക്സിബിഷന് തറവാടക നൽകേണ്ടി വരും. ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇരു ദേവസ്വങ്ങളും ചേർന്ന് സംയുക്ത യോഗം വിളിച്ച് തങ്ങളുടെ പ്രതിഷേധം അറിയിക്കുകയും പ്രമേയം പാസാക്കിയതിന് പിന്നാലെയുമാണ് കോൺഗ്രസും BJPയും അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഇതൊരു രാഷ്ട്രീയ വിഷയമായി ഉയർത്തിക്കൊണ്ടുവരുന്ന സാഹചര്യത്തിലേക്ക് പോയത്. MP കൂടിയായ ടി.എൻ. പ്രതാപന്റെ നേതൃത്വത്തിലായിരുന്നു ഇവിടെ രാപകൽ സമരം. ഇന്നലെ തുടങ്ങിയ രാപകൽ സമരമാണ്. ആ സമരത്തിന്റെ സമാപന സമ്മേളനത്തിലാണ് ഇത്തരത്തിൽ ഈ രമേശ് ചെന്നിത്തല പോലും രൂക്ഷമായ വിമർശനം ഉണ്ടായിരിക്കുന്നത്. രമേശ് ചെന്നിത്തല പോലും നടത്തിയത്. അദ്ദേഹം പറയുന്നത് ഈ അടിയന്തരമായി ഈ വിഷയത്തിനകത്ത് സർക്കാർ ഇടപെടണം. ദേവസ്വം മന്ത്രിയുടെ ശ്രദ്ധയിൽ പലതവണ പെടുത്തിയതാണ്, പക്ഷേ ദേവസ്വം മന്ത്രി ഇടപെട്ടിട്ടില്ല. ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി ഇടപെട്ടുകൊണ്ട് ഈ പൂരം നടത്തിപ്പിന് വേണ്ട സഹായങ്ങൾ അല്ലെങ്കിൽ ഈ പ്രതിസന്ധി ഒഴിവാക്കുന്നതിന് വേണ്ട ഇടപെടൽ നടത്തണം എന്നുള്ളതാണ് രമേശ് ചെന്നിത്തല ഉൾപ്പെടെ ഈ മുന്നോട്ട് വെക്കുന്നത്.